പാസ്പോർട്ട് നമ്മളിപ്പോ ഉള്ളത് കണ്ണൂർ തോട്ടട ബീച്ചിലാണല്ലേ? നല്ല ശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ തോട്ടട ബീച്ചിലാണല്ലേ നമ്മളുള്ളത്. പക്ഷെ നമ്മുടെ ഈ ഒരു ബീച്ചിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അശോട്ട് എപ്പോഴെങ്കിലും നമ്മുടെ ഈ നിൽക്കുന്ന ടൈമിൽ കടൽക്കരയ്ക്ക് നിൽക്കുന്ന ടൈമിൽ കടൽ എത്ര ശാന്തമായിട്ടുള്ള ടൈമിലാണെങ്കിലും എത്ര ശോഭിച്ചിട്ടുള്ള ടൈമിലാണെങ്കിലും നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസിൽ നിൽക്കുന്ന അത്രത്തോളം അടുത്തായിട്ട് കടൽ തിരമാലകൾ വരും. ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് നമ്മളെ കാലുകൾ തഴുകിയിട്ടങ്ങ് പോകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒന്നിലെ ടച്ച് ചെയ്തിട്ട് പോകും. അതെന്താണ് അങ്ങനെ? എന്താണെന്ന് വെച്ചാൽ നമ്മള് ചിലപ്പോ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു വന്നോണ്ടിരിക്കുന്ന കേട്ടോ, 3-4 പ്രാവശ്യം വന്നിട്ട് നമ്മളിപ്പോ വന്നിട്ട് ഒരു 5-10 മിനിറ്റോളം ആയല്ലേ. അപ്പൊ അതിനിടയിൽ ഇപ്പം ഒരു 2 തിര ഇങ്ങോട്ടേക്ക് വന്നല്ലേ. അതിന് ശേഷമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത് കാണുന്നവരിലും ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അധികം കടൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കാരണം ഈ കടലമ്മ നമ്മളോട് അത്രയും എന്താ പറയണ്ടത്, എന്തോ മാനസികമായിട്ടുള്ള എന്തോ അടുപ്പുണ്ട്, വൈകാരികമായിട്ടുള്ള എന്തോ അടുപ്പുണ്ടല്ലേ. അപ്പൊ ഇതാ നമ്മളെ വിളിച്ചു കൊണ്ടുപോകാനാണോ എന്താണെന്ന് അറിയില്ലല്ലേ. നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ അവർക്ക് മാനസികമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെയാണല്ലേ. അതുകൊണ്ടല്ല മാനസിക ബുദ്ധിമുട്ടല്ല അല്ല അങ്ങനെ. അത് ചിലപ്പം നമുക്ക് കാണുന്നില്ലേ, ചിലപ്പോ നമ്മോട് ദേഷ്യമുള്ള ആൾക്കാരെ അടുത്ത് പോകുമ്പോൾ നമ്മളെ പിടിച്ചടിക്കോ ചീത്ത വിളിക്കോ ഒക്കെ ചെയ്യുന്നില്ലേ. അതുപോലെ അത് കടൽക്ഷോഭമുള്ള ടൈമില് നമ്മളെ അടുത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണമെന്നും ഒരു ഇതായിരിക്കും ചിലപ്പോ. അതായിരിക്കും അല്ലെ, അടുത്ത് വരണ്ട, അലേർട്ട് മെസ്സേജ് പോലെ നിങ്ങൾ കുറച്ച് ദൂരത്ത് നിൽക്കണം, നമ്മളെ പണിയെടുത്തോട്ട് എന്നുള്ള നിലക്കാല്ലേ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യല്ലേ വീഡിയോക്ക് താഴെ.